നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ പരാമർശിച്ച ഒരു കാര്യമാണ്, ശിവകുമാറിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഗ്യാരണ്ടീഡ് റിട്ടേൺസിൻ്റെ സാങ്കത്യം എന്താണ്? എന്തിനാണ് ഈ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്? നമുക്ക് വേണ്ടത് ഗ്യാരണ്ടീഡ് അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ അല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്താറുണ്ട്. അവർ ചോദിച്ചതാണ്, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ LICയുടെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസിലോ ഒക്കെ ഇട്ടാൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കിട്ടുമല്ലോ, അപ്പോൾ അതല്ലേ നല്ലത്? LICയിലാകുമ്പോൾ ഇൻഷുറൻസും കിട്ടും, ലൈഫ് ഇൻഷുറൻസും കിട്ടും, മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രയോജനങ്ങളും കിട്ടും. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നല്ല വളർച്ചയ്ക്കുള്ള ധാരാളം ഓപ്ഷനുകൾ അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഗ്യാരണ്ടീഡ് റിട്ടേണിലേക്ക് പോകുന്നത്? ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു 6% മുതൽ 7% വരെ, അതായത് ഡബിൾ ഡിജിറ്റിലോട്ട് പോകില്ല എങ്കിലും അത് ഗ്യാരണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ശിവകുമാർ അത് വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സംഗതികൾ, ഒരു ഹിസ്റ്റോറിക് റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് രേഖപ്പെടുത്തി വെച്ചതൊന്ന് ഇവിടെ അവതരിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ 2019 മാർച്ച് മാസം നമ്മുടെ ഓഹരി വിപണി സെൻസെക്സിന്റെ മൂല്യം എന്ന് പറയുന്നത് 38,672.91. 38,672 എന്ന് വയ്ക്കാം. അതായിരുന്നു 2019 മാർച്ച് മാസം ക്ലോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2019 ഡിസംബർ ആയപ്പോൾ നല്ല വളർച്ചയുണ്ടായി. അതായത് ഇൻഡെക്സ് നന്നായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. അത് 47,751.33 ആയി ഉയർന്നു. 9 മാസങ്ങൾ കൊണ്ട് 38,672 എന്ന് പറയുന്ന ആ ഇൻഡെക്സ് വാല്യൂ 47,751 ആയി വളർന്നിരിക്കുന്നു. നല്ല വളർച്ചയാണ്. പക്ഷേ 2020 മാർച്ചിൽ 38,910 ആയി. അതായത് 38,672 ആയിരുന്നു ഒരു വർഷം മുമ്പ്. ഒരു വർഷം കഴിഞ്ഞ് 2020 മാർച്ച് ആയപ്പോൾ 38,910. വളരെ ചെറിയൊരു വർധനവേ അവിടെ ഉള്ളൂ. ഇടയ്ക്കുണ്ടായ ഡിസംബറിലുണ്ടായ വലിയ വർധനവ് വീണ്ടും താഴ്ന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് 2020 മാർച്ചിലൊരു സവിശേഷതയുണ്ടായി. ചരിത്രപരമായ സവിശേഷതയാണ്. സാമ്പത്തിക മേഖല ഉൾപ്പെടെ സകല മേഖലയും നിശബ്ദമാക്കിക്കൊണ്ട് കോവിഡ് കടന്നു. അന്ന് LIC ഓഫീസൊക്കെ സാധാരണ മാർച്ച് 31 അതിഭീകരമായി രാത്രി വരെയൊക്കെ ജോലി ചെയ്യുന്ന LIC ഓഫീസുകളൊക്കെ 2020 മാർച്ചിൽ 24-ാം തീയതി തന്നെ ക്ലോസ് ചെയ്യണം, അടച്ചുപൂട്ടുകയാണ്. പ്രവേശനമില്ലാർക്കും ആ രീതിയിലേക്ക് മാറി. അങ്ങനെ കോവിഡ് കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓഹരി വിപണിയിലും അത് പ്രതിഫലിച്ചു. ഓഹരി വിപണിയുടെ മൂല്യം എന്ന് പറയുന്നത് 29,468 താഴ്ന്നു. അപ്പോൾ ഒരു വർഷം മുമ്പ് 2019 മാർച്ചിൽ 38,672 അതുപോലെ ഡിസംബറിൽ 47,751 വളരുകയൊക്കെ ചെയ്തിട്ട് 2020 മാർച്ച് അവസാനമായപ്പോൾ 29,468 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. അതായത് ഇതിനെ വളരെ ലളിതമായി ചിത്രീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, 2019 മാർച്ച് മാസം 38,672 രൂപ നിക്ഷേപിച്ച, ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൈസ 2020 മാർച്ച് അവസാനമായപ്പോൾ 29,000 ചില്ലുവാനം രൂപയായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിന്റെ ലളിതമായ വിവക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം സ്വാഭാവികമാണ്. പക്ഷേ ഈ ചാഞ്ചാട്ടത്തിൽ ചഞ്ചല ചിത്തരാവരുത് നമ്മൾ എന്നുള്ളതാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതുമായ കാര്യം. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓഹരിയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പോൾ നിക്ഷേപിക്കുന്ന തുക കൊണ്ട് ഒരു വർഷം മുമ്പ് നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ ഓഹരി നമ്മുടെ ബാഗിലേക്ക് വാങ്ങിയിടാം. ഇത് ഓഹരിയുടെ മൂല്യം കൂടുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഓഹരികളുടെ മൂല്യം കൂടുമല്ലോ എന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ സമുദ്രങ്ങളിൽ ഏറ്റവും വേലി ഇറക്കം ഉണ്ടാകുന്നത് പോലെയേ ഉള്ളൂ ഓഹരി വിപണിയിലെ ഈ കയറ്റിറക്കങ്ങൾ. കാരണം ഈ എത്രത്തോളം കൂടുന്നോ അതുപോലെ ചിലപ്പോൾ താഴുകയും ചെയ്യാം. പക്ഷേ പിന്നെ തിരിച്ചു കയറുമ്പോൾ കുറച്ചുകൂടെ ശക്തമായി കയറും എന്നുള്ളതാണ് ഓഹരി വിപണിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2020 മാർച്ചിൽ 29,468 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ നമ്മുടെ ഓഹരി വിപണി ഇന്ന് 77,378.9 എന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ്. അപ്പോൾ 38,672 എന്ന് പറയുന്ന രൂപ 2019 മാർച്ചിൽ നിക്ഷേപിച്ച ആ തുക ഇന്ന് ലളിതമായി പറഞ്ഞാൽ 77,378.91 വളർന്നിട്ടുണ്ട്.
പക്ഷേ ഇടയ്ക്ക് തളർന്നപ്പോൾ 29,000-ലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ക്ഷമയോടെ ഗെയിം സ്പിരിറ്റോടുകൂടി ഈ കാലവും കടന്നു പോകും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അതിനെ അതിജീവിച്ചു. അപ്പോൾ നമ്മുടെ മൂല്യം വീണ്ടും കൂടി. ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലും അതിൽ അധിഷ്ഠിതമായ LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസിലൊക്കെ ഉള്ളത്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാമൂഹ്യ രീതികൾ പരുവപ്പെടുമെന്ന് പറയുന്നത് പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരുവപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൻ്റെ വളർച്ചയും തളർച്ചയും ഒക്കെ. അതിൽ നമ്മൾ ആകുലചിത്തരാകേണ്ടതില്ല. പക്ഷേ നമ്മൾ കാത്തിരിക്കാൻ തയ്യാറുള്ള മാനസികാവസ്ഥയിലായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ നിക്ഷേപങ്ങളായിരിക്കണം മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ആരോ പറഞ്ഞതുപോലെ യുദ്ധവും മഹാമാരിയും ഒക്കെ എപ്പോഴാണ് വീശിയടിക്കുക എന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വീശിയടിച്ചാലും ഓഹരി വിപണി ഒന്ന് ചാഞ്ചാടുമെങ്കിലും തിരിച്ച് വളരെ ശക്തമായി കയറി വരും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറാവുന്ന നിക്ഷേപ പദ്ധതികൾ നമ്മളെപ്പോഴും ഓഹരി വിപണി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ ഞാൻ ഈ പറയുന്ന ഇവിടെ പ്രതിപാദ്യ വിഷയമായ എൻ്റെ ഗ്യാരൻറ്റീഡ് എന്നുള്ള പരാമർശം എന്തിനാണ് എന്നുള്ളതാണ്. ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും നിക്ഷേപങ്ങളിൽ ആവശ്യമാണ്. അപ്പോൾ എല്ലാ പൈസയും നമ്മൾ പാടുപെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്ന് ഓഹരി വിപണിയുടെ ആന്തോളനങ്ങളിലേക്കല്ല നിക്ഷേപിക്കേണ്ടത്. ഒരു ഭാഗം ഓഹരി വിപണിയുടെ ആന്തോളനങ്ങളിലേക്ക് നിക്ഷേപിക്കുകയും ഒരു മാന്യമായ ഭാഗം ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി ഇത്ര കിട്ടും. അതിപ്പോൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഡീസൻ്റായിട്ട് 7, 8, 6% വാർഷിക വളർച്ച തരുന്ന പദ്ധതികൾ നിക്ഷേപിച്ചാലും മതി. അതും നമുക്ക് വേണ്ടതാണ്. അവിടെയാണ് LICയുടെ ഒരു പദ്ധതി, പ്രത്യേകിച്ച് വിശിഷ്യ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ശിശുക്കൾക്കായുള്ള അമൃത് ബാൽ പദ്ധതിയുടെ സവിശേഷത. അമൃത് ബാൽ പദ്ധതി പ്രകാരം ഒരു നവജാത ശിശുവിൻ്റെ പേരിൽ ഇന്ന് 10 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ കിട്ടുന്ന തുക ഗ്യാരൻറ്റീഡായിട്ട് പറയുകയാണ് ഇത്ര കിട്ടുമെന്ന്. അപ്പോൾ കൂടുതലും പ്രതീക്ഷിക്കേണ്ട, കുറച്ചും പ്രതീക്ഷിക്കേണ്ട, ഇത്ര കിട്ടും എന്നുള്ള ഒരു പ്ലാനിങ്ങിന് നമ്മളെ അത് സഹായിക്കും. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അമൃത് ബാലിലേക്ക് നിക്ഷേപിക്കണം എന്നല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. മാന്യമായ ഒരു ഭാഗം അമൃത് ബാലിലും ഉണ്ടാകണം കുഞ്ഞിൻ്റെ പേരിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന 10 ലക്ഷം നിക്ഷേപിച്ചാൽ കിട്ടുന്നത് 18ാമത്തെ വയസ്സിൽ 28,67,000 രൂപയാണ്. 100% ഗ്യാരണ്ടിയാണ്. ഇതിനേക്കാൾ കൂടുതൽ വളർച്ചയുള്ള സമ്പാദ്യ പദ്ധതികളോ മറ്റൊക്കെ കാണും. പക്ഷേ 100% ഗ്യാരണ്ടി അവിടെ ഉണ്ട്. 100% ഗ്യാരണ്ടി പോളിസി ബോണ്ടിലൂടെ തരുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. നമ്മുടെ റഷ്യൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും ഒക്കെ പരസ്പരം ചിരിക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ തുറച്ചു നോക്കുകയോ ചെയ്താൽ നമ്മുടെ ഓഹരി വിപണിയെ അത് ബാധിക്കും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ 100% ഗ്യാരണ്ടീഡ് പ്ലാനിലെ 28,67,000 രൂപ എന്ന് പറയുന്ന അമൃത് ബാൽ പദ്ധതിയുടെ മെച്യൂരിറ്റി എമൗണ്ട് 100% ഗ്യാരണ്ടിയാണ്. അത് ഏത് സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാലും കിട്ടുന്ന തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തുകയും കൂടെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിൽ അപാകത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ 100% ഗ്യാരണ്ടീഡ് എന്നൊരു ഓപ്ഷൻ കൂടെ പരിചയപ്പെടുത്തുന്നത്. നന്ദി.